Okay, hello and welcome to Ponnais Academy. So 16 October 2025 important articles ആണ് നോക്കുന്നത്. First article from the front page, SCESS ban clear green crackers use. General Studies 2 and GS Paper 3 ആയി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത് നമ്മൾ സുപ്രീം കോർട്ട് ദീപാവലി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഡൽഹി NCR റീജിയണിൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഡൽഹിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അവിടെയുള്ള ഈ ക്രാക്കേഴ്സ് യൂസേജിനൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സുപ്രീം കോർട്ട് ഡൽഹി റീജിയണിൽ ദീപാവലി സമയങ്ങളിൽ ഫയർ ക്രാക്കേഴ്സ് ദാറ്റ് മീൻസ് പടക്കങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു തവണ ദീപാവലിക്ക് മുന്നേ സുപ്രീം കോർട്ട് ആ ഒരു ബാൻ റിലാക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡൽഹി NCR റീജിയണിൽ പെർമിറ്റഡ് ആയിട്ടുള്ള അളവിൽ ഗ്രീൻ ഫയർ ക്രാക്കേഴ്സ് യൂസ് ചെയ്യാം. അതായത് ആ ഗ്രീൻ ഫയർ ക്രാക്കേഴ്സ് നീരി നാഷണൽ എൻവയോൺമെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ പെസോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനോ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഗ്രീൻ ക്രാക്കേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ക്രാക്കേഴ്സിലൊക്കെ ഉപയോഗിക്കാത്ത തരത്തിലുള്ള കുറച്ച് കെമിക്കൽസുകളുണ്ട്. ആ കെമിക്കൽസുകൾ യൂസ് ചെയ്യാത്തതിനാണ് നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. ബാരിയം സാൾട്ട് പോലത്തുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള സ്മോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ സ്മോക്ക് ഡൽഹി റീജിയണിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? സ്മോഗ് ക്രിയേറ്റ് ചെയ്യും. എയർ പൊല്യൂഷൻസ് വളരെ ഇൻക്രീസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബാരിയം സാൾട്ട് ഒന്നും അടങ്ങാത്ത കുറച്ചുകൂടി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രാക്കേഴ്സുകളാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന് പുറമെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രാക്കേഴ്സ് യൂസ് ചെയ്തോളൂ, പക്ഷെ പെർമിറ്റഡ് ആയിട്ടുള്ള ടൈം വിൻഡോയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒക്ടോബർ 18 മുതൽ 20 വരെ രാവിലെ 6 മുതൽ 7 മണിയുടെ ടൈമിലും പിന്നീട് വൈകുന്നേരം 8 മുതൽ 10 മണിയുടെ ടൈമിൽ മാത്രമാണ് ഡൽഹി റീജിയണിൽ ദീപാവലി പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് വ്യക്തമായിട്ട് ടെസ്റ്റ് കേസ് അവര് നിർമ്മിച്ചിട്ടുണ്ട്. ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് റെഗുലേറ്റഡ് ആയിട്ടാണോ ഈ ഒരു ക്രാക്കേഴ്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതായത് നമുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു ട്രഡീഷനാണ്. അപ്പം ട്രഡീഷനെ നമുക്ക് ഒരിക്കലും ബാൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ട്രഡീഷനെ നമുക്ക് നോക്കണം, അതേപോലെ തന്നെ എയർ ക്വാളിറ്റി ദാറ്റ് മീൻസ് പബ്ലിക് ഹെൽത്തും രണ്ടിനും ഒരേപോലെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഫെസ്റ്റീവ് ട്രഡീഷൻസും എയർ ക്വാളിറ്റിയും ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഫയർ ക്രാക്കേഴ്സ് യൂസേജ് മാത്രമാണ് ഡൽഹി റീജിയണിൽ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഓൾറെഡി ദീപാവലി സമയങ്ങളിൽ ഡൽഹി റീജിയണിൽ പടക്കങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായി. 2018 മുതൽ 2024 വരെ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്രാക്കേഴ്സ് ഉപയോഗിക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായത്, എസ്പെഷ്യലി ഡൽഹി റീജിയണിൽ. ബട്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അപ്പൊ പടക്കങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെയധികം കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തു വലിയ രീതിയിലൊന്നും എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഉള്ളത് കൊണ്ടാണ് ആ റെസ്ട്രിക്ഷൻസ് റീസെന്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ എയർ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞൊരു കാലഘട്ടമാണ്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മുടെ ഡൽഹിയിൽ എയർ ക്വാളിറ്റി വളരെയധികം കൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഏതെങ്കിലും രീതിയിൽ ഈ ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്മഗിൾ ചെയ്യപ്പെടുന്ന ക്രാക്കേഴ്സുകളും അതുപോലെ തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള ഫയർ ക്രാക്കേഴ്സും യൂസ് ചെയ്യും. അതായത് നമ്മൾ നോർമൽ റൂട്ടിലുള്ള ക്രാക്കേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ എന്തായാലും ആളുകൾ ക്രാക്കേഴ്സ് പടക്കങ്ങൾ വാങ്ങി പൊട്ടിക്കും. അപ്പോൾ സ്മഗിൾ ചെയ്ത് വരുന്ന ഈ ബാരിയം സോൾട്ട് അടങ്ങിയിട്ടുള്ള ക്രാക്കേഴ്സുകളോ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ക്രാക്കേഴ്സുകളോ, അതായത് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാത്ത സർട്ടിഫൈ ചെയ്യാത്ത ക്രാക്കേഴ്സുകളായിരിക്കും പിന്നീട് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോർമലി തന്നെയുള്ള ക്രാക്കേഴ്സ് നിങ്ങൾ ഗ്രീൻ ക്രാക്കേഴ്സ് യൂസ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സ് സർട്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് സർട്ടിഫൈ ചെയ്ത നീരി അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റുകളായിരിക്കണം. അപ്പോൾ നീരി എന്ന് പറയുന്നത് നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിന്റെ അണ്ടറിലുള്ള ഏതൊരു എൻറ്റിറ്റിക്ക് വേണമെങ്കിലും ഈ ഫയർ ക്രാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പെസോയുടെ ലൈസൻസും ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ആ ലൈസൻസോട് കൂടി ഗ്രീൻ ക്രാക്കേഴ്സ് മാനുഫാക്ചർ ചെയ്യാം, അത് വിൽപ്പന നടത്താം. ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് മാത്രമാണ് ഇത് സെല്ല് ചെയ്യാനുള്ള അവകാശം. എല്ലാവർക്കും ഇത് പടക്കങ്ങൾ കിട്ടിയെന്ന് കരുതി സെല്ല് ചെയ്യാൻ പറ്റില്ല. ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ പടക്കങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓൺലൈനായിട്ടോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയോ നമുക്ക് ഈ ഫയർ ക്രാക്കേഴ്സ് വാങ്ങാൻ സാധിക്കില്ല.
പിന്നെ വ്യക്തമായിട്ടുള്ള QR കോഡ് റിക്വയർമെന്റ്സ് ഒക്കെ, ദാറ്റ് മീൻസ് എത്രത്തോളം ഫയർ ക്രാക്കേഴ്സ് വാങ്ങുന്നുണ്ട്, റെഗുലർ ആയിട്ടുള്ള പെട്രോളിങ്, റാൻഡം ഇൻസ്പെക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അപ്പം ക്രാക്കേഴ്സ് വിത്ത് ബാരിയം സാൾട്ട് ഓർ നോൺ ഗ്രീൻ വാരിയൻസ് റിമെയിൻ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാരിയം സാൾട്ട് അടങ്ങിയിട്ടുള്ള ക്രാക്കേഴ്സുകളോ അല്ലെങ്കിൽ ഈ നോൺ ഗ്രീൻ വാരിയന്റ് ആയിട്ടുള്ള ക്രാക്കേഴ്സുകളോ കംപ്ലീറ്റ്ലി ഡൽഹിയിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും പോലീസ് ഡിപ്പാർട്ട്മെന്റും കൂടി നോക്കേണ്ട കാര്യമാണ്. ഇൻ കേസ് ആരെങ്കിലും അങ്ങനെയുള്ള ക്രാക്കേഴ്സ് ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വയലേഷൻസ് പറയുന്നത് മാനുഫാക്ചറിംഗ് ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. നമുക്കിതിന്റെ സോഷ്യോ എൻവയറമെന്റൽ പോളിസി സിഗ്നിഫിക്കൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിന് ഒരിക്കലും ഡൽഹിയിലെ എയർ ക്വാളിറ്റി കുറയുന്നെന്ന് കരുതിയിട്ട് കംപ്ലീറ്റ്ലി ദീപാവലിയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദീപാവലി എന്ന് പറയുന്നത് കൾച്ചറൽ ട്രഡീഷണൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ അതിന് മറ്റു രീതിയിലുള്ള കലാപത്തിലേക്കായിരിക്കും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഒരു റിലാക്സേഷൻ നൽകിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് പബ്ലിക് ഹെൽത്ത്, ദാറ്റ് മീൻസ് എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്തിനെ സംബന്ധിച്ച കാര്യമാണ്. പബ്ലിക് ഹെൽത്തിനെയും കൂടുതൽ ബാധിക്കരുത്, നമ്മുടെ കൾച്ചറൽ ആൻഡ് ട്രഡീഷനെയും കൂടുതൽ ബാധിക്കരുത്. രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നിലവിൽ സുപ്രീം കോർട്ട് കൈകരിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ക്രാക്കേഴ്സ് ഉപയോഗിച്ചോളൂ, ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, this move was partially response to the state government's appeals from NCR, Haryana, UP, Rajasthan and the impact of bans on trade and jobs related to firecrackers productions. അപ്പം ഈ ഒരു മൂവ്, അതായത് സുപ്രീം കോടതി പറഞ്ഞ ഈ ഒരു കാര്യം മറ്റ് സംസ്ഥാനങ്ങളായ ഹരിയാന, UP, രാജസ്ഥാനും കൂടി ഈ ഒരു അപ്പീലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഇത് ഉപയോഗിച്ചോട്ടെ എന്നുള്ള കണ്ടീഷൻസ്. പിന്നെ പലപ്പോഴും ആ റീജിയണിൽ നിന്നുണ്ടാവുന്ന ഈ ഫയർ ക്രാക്കേഴ്സ് പ്രൊഡക്ഷൻസിനും അതുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് ഒക്കെ ഫെയിലർ ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇപ്പം ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് കാരണം ഒരുപാട് ഇൻഡസ്ട്രീസ് ഈ ഫയർ ക്രാക്കേഴ്സ് മാത്രം വെച്ച് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളും കൂടി ഇവിടെ റദ്ദാക്കാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒരു ആർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാ കാലത്തും UPSC ഡൽഹി റീജിയനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ദ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ഇന്ത്യാസ് ക്ലീൻ എനർജി അംബിഷൻ. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സെക്കൻഡ് ആർട്ടിക്കിളാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ടുള്ള റയർ എർത്ത് മിനറൽസ് ആയിട്ടുള്ള ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ ക്ലീൻ എനർജി ടെക്നോളജി, എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ പാനൽസ്, വിൻഡ് ടർബൈൻസ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനൊക്കെ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള റയർ എർത്ത് എലമെന്റ്സുകളാണ്. അതായത് ലിഥിയം, കൊബാൾട്ട്, നിക്കൽ പോലെയുള്ളത്. അപ്പോൾ ഇത് 90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഈ 90% റിന്യൂവബിൾ എനർജി റയർ എർത്ത് എലമെന്റ്സുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല. അതിൽ തന്നെ 90% തന്നെ ഭൂരിഭാഗവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എയിം ഉണ്ട് 2030 കൂടെ തന്നെ 500 GW റിന്യൂവബിൾ കപ്പാസിറ്റി, എസ്പെഷ്യലി ഈ സോളാർ പാനലിൽ നിന്നൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം. അതുപോലെ 2070 കൂടെ തന്നെ നെറ്റ് സീറോ കാർബൺ എമിഷൻ, അതായത് ഒരു തരത്തിലുള്ള കാർബൺ എമിഷൻസും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവരുത്. അതാണ് ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ് സൈൻ ചെയ്ത സമയത്താണ് പറഞ്ഞ കാര്യം, എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്ത കാര്യം വെച്ചാൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യരുത്. ചൈന ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഈ റയർ എർത്ത് എലമെന്റ്സുകൾ മറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ ഇതിന്റെ റിസോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം മൈനിങ്, ജമ്മു ആൻഡ് കാശ്മീരിൽ ലിഥിയം മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഏകദേശം 20ഓളം ക്രിട്ടിക്കൽ മിനറൽസുകൾ 2024 കൂടി തന്നെ 20ഓളം ക്രിട്ടിക്കൽ മിനറൽസുകൾ ഓപ്ഷൻ ചെയ്ത് മൈൻ ചെയ്യാനുള്ള ഒരു ഡീലൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ മിനറൽസുകൾ ഉണ്ട്. അത് മാക്സിമം മൈൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിന് എങ്ങനെയാണ് നമ്മുടെ പോളിസി ഇനീഷ്യേറ്റീവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഗവൺമെന്റ് ലോഞ്ച് ദ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ NCMM ഇൻ 2025. 2025 ഗവൺമെന്റ് ഒരു നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ NCMM ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള മിനറൽസുകൾ എക്സ്പ്ലോർ ചെയ്യുക, കണ്ടെത്തുക, അത് മൈൻ ചെയ്യുക. ഇനി ഏതെങ്കിലും ഇപ്പോൾ ബാറ്ററിക്ക് റീയൂസബിൾ ആയിട്ടുള്ള ബാറ്ററികളൊക്കെ നമ്മൾ റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് വ്യക്തമായിട്ട് നമ്മളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ, അതായത് നമ്മൾ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റു രാജ്യങ്ങളുമായി ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സപ്ലൈ ചെയിൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. ഇതാണ് നമ്മുടെ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഇതിനു വേണ്ടി ഏകദേശം 1500 കോടിയുടെ ഇൻസെന്റീവ് സ്കീംസ് സപ്പോർട്ടിന് വേണ്ടി നൽകിയിട്ടുണ്ട്.
ഓക്കെ, സോ അതായത് നമ്മൾ ഈ ഒരു ഓൾറെഡി ഉള്ള ബാറ്ററികളും കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് റെയർ എർത്ത് എലമെന്റ്സുകൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ബാറ്ററി നമ്മളിപ്പോൾ ബാറ്ററിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് കളയാറാണ് പതിവ്. അപ്പൊ അതിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെയർ എർത്ത് എലമെന്റ്സുകൾ വീണ്ടും എക്സ്ട്രാക്ട് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം. അപ്പൊ ഇതിന് ഓൾറെഡി 1500 കോടിയുടെ ഇൻസെന്റീവ്സ് സ്കീമുകൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതായത് ഏകദേശം 270 കിലോ ടൺസോളം എന്താണ് റീസൈക്ലിംഗ് കപ്പാസിറ്റി ആണ് നമ്മുടെ ഇന്ത്യ എയിം ചെയ്യുന്നത്. ഇപ്പം നിലവിൽ 40 KT ആണ് നിലവിലുള്ള റീസൈക്ലിംഗ് കപ്പാസിറ്റി. അതായത് എത്രത്തോളം നിങ്ങൾ റീസൈക്കിൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബാറ്ററി ഇത്തരത്തിലുള്ള റെയർ എർത്ത് എലമെന്റ്സുകളൊക്കെ കൊണ്ടുണ്ടാക്കിയ സോളാർ പാനൽസ്, ബാറ്ററീസ് ഒക്കെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് നൽകാനാണ്. ഈ 1500 കോടി ഇൻസെന്റീവ്സ് നൽകാൻ വേണ്ടി മാത്രമാണ്. ചുമ്മാ എവിടെയെങ്കിലും പോയി ഡംപ് ചെയ്യേണ്ട, നിങ്ങളത് റീസൈക്കിൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നൽകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 2025 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റൊരു ആക്ട് ഉണ്ട്, ആ ഒരു ആക്ടാണ് പറയുന്നത്. ആ ഒരു ആക്ടിൻ്റെ അകത്ത് ഏതെങ്കിലും മിനറൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൈനിങ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മൈനിങ് ബ്ലോക്കുകൾ ഓപ്പൺ ചെയ്യാം, ബാറ്ററി വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾ പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് ആയിക്കോട്ടെ, നിങ്ങൾക്കത് ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തോളൂ, നിങ്ങൾ പുതിയ പുതിയ മൈൻസുകൾ ഓപ്പൺ ചെയ്തോളൂ. എസ്പെഷ്യലി റെയർ എർത്ത് എലമെന്റ്സുകൾ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഈ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് ഓഫ് 2025 പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം മൈനിങ്ങിനൊക്കെ പെർമിഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ എർത്ത് എലമെന്റ്സിന്റെ കപ്പാസിറ്റി കൂട്ടുക, ഡൊമസ്റ്റിക്കലി കപ്പാസിറ്റി കൂട്ടുക. അതായത് ചൈനയെ സപ്പോർട്ട് ചെയ്യുക, ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള പല ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സോളാർ പാനൽസിന്റെ ഒക്കെ വില ഏകദേശം ഒരു 60% വരെ കുറയാൻ സാധ്യത കൂടുതലായിരിക്കും. നമ്മൾ പലപ്പോഴും ഇത് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒക്കെ റേറ്റ് കൂടുന്നത്. അപ്പൊ ഇതിൽ മറ്റേ പറയുന്ന ഒരു പോയിന്റ് ആണ് സർക്കുലർ എക്കണോമി ആൻഡ് റീസൈക്ലിംഗ്. ഇപ്പൊ സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത് നമ്മളൊരു ബാറ്ററി പർച്ചേസ് ചെയ്യുന്നു, ആ ബാറ്ററി ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും കൊണ്ട് കളയുന്നു, ആ കളയുന്ന ബാറ്ററി റീസൈക്ലിംഗിന് ഉപയോഗിക്കുന്നു, റീസൈക്കിൾ ചെയ്യപ്പെട്ടിട്ട് വീണ്ടും ഈ ബാറ്ററി പുതിയതായിട്ട് മാനുഫാക്ചർ റീഫർബിഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യുന്നു. സോ ഈ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഗവൺമെന്റ് പറയുന്ന കാര്യം ഇത്തരത്തിലുള്ള സർക്കുലർ എക്കണോമി ആവശ്യമായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഏകദേശം 4 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റുകൾ നിലവിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം 4 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റിന്റെ അകത്തുനിന്ന് 10% മാത്രമാണ് ഇന്ത്യ അതിൽ നിന്ന് റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന 4 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നിന്ന് 10% മാത്രം ഇന്ത്യ റീസൈക്കിൾ ചെയ്യുന്നില്ല. കാരണം റീസൈക്ലിംഗ് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ ഇന്ത്യയിൽ വളരെ കുറവാണ്. ദാറ്റ് മീൻസ് ഈ റിക്കവറി ചെയ്യുക, അത് വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെ ഈ പറഞ്ഞിരിക്കുന്ന സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവല്ല, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനാവശ്യമായിട്ട് എഫക്റ്റീവായിട്ടുള്ള റീസൈക്ലിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് നമുക്ക് 2-3 റൂൾസുകളുണ്ട്. ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഓഫ് 2022 ആൻഡ് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഓഫ് 2022. ഇതൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്ത് ആവശ്യമായിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ റീസൈക്കിൾ ചെയ്യാം. റീസൈക്കിൾ ചെയ്യാനുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക് റിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ കോമ്പറ്റീഷൻ, എസ്പെഷ്യലി നമ്മൾ കൂടുതലും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചൈന ഏതെങ്കിലും തരത്തിൽ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ വെക്കുകയാണെങ്കിൽ നമുക്ക് റെയർ എർത്ത് എലമെന്റ്സുകൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി മാനുഫാക്ചറിങ് നടക്കില്ല, നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ ഡീസൽ വെഹിക്കിൾസ് ഒക്കെ പുറത്തേക്ക് ഇറക്കേണ്ടി വരും. അപ്പോൾ കാർബൺ എമിഷൻസ് ഒക്കെ കൂടും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അലയൻസുകൾ എപ്പോഴും റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചൈനയുമായുള്ള ബന്ധം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇതെപ്പോഴാണ് ഈ ഒരു ഇന്റർനാഷണൽ അലയൻസുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസുകൾ ചേഞ്ച് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും കേസ് ഇപ്പം നമ്മളും ചൈനയുമായിട്ട് എന്തെങ്കിലും യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു സപ്ലൈ ചെയിൻസ് അവർ കട്ട് ചെയ്യും. അങ്ങനെ സപ്ലൈ ചെയിൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വരും, നമുക്ക് ഈ പറഞ്ഞ റെയർ എർത്ത് എലമെന്റ്സുകൾ വരില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ചൈനയെ പേടിച്ചിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ നമ്മുടെ ഇന്റർനാഷണൽ കൊളാബറേഷൻ റീസെന്റ് ആയിട്ട് ഓസ്ട്രേലിയയുമായിട്ടുള്ള REP റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ് റീസെന്റ് ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. ഇതിൽ നമുക്ക് കീ റെക്കമെൻഡേഷൻ ആൻഡ് റോഡ് അഹെഡ് വേ ഫോർവേഡ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് മിനറൽ ഏരിയാസിനെ എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നൽകിയിട്ടോ അതിനെ ഫാസ്റ്റ് ട്രാക്കിംഗ് എക്സ്പ്ലോറേഷനിൽ കൊണ്ടുവരണം, ഇൻസെന്റിവൈസ് കൊടുക്കണം. റീസൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെന്റിവൈസ് പ്രൊവൈഡ് ചെയ്യണം. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ റെയർ എർത്ത് എലമെന്റ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുവരണം. അതുപോലെ തന്നെ സർക്കുലർ എക്കണോമി മോഡൽസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സർക്കുലർ എക്കണോമി മോഡൽസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. ഇതാണ് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് ചെയ്യണം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരിക്കലും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതിലൊന്നും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ വരില്ല. പ്രൈവറ്റ് പാർട്ടീസും വന്ന് ഇൻവെസ്റ്റ് ചെയ്യട്ടെ.
ഓക്കെ, സോ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ റോഡ് ടു ജെൻഡർ ഇക്വിറ്റി ഇൻ കോർട്സ്. ഈ ആർട്ടിക്കിൾസിൽ ഈ കോർട്ടുകളിൽ, ദാറ്റ് മീൻസ് കോടതികളിൽ കൂടുതലും വുമൻസ് പാർട്ടിസിപ്പേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം കോടതിയിൽ നിലവിൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പലപ്പോഴും ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കാണാൻ സാധിക്കും. 2025 ആവുന്നതോടെ തന്നെ women constitute only 14% of High Court judges and 3% of Supreme Court judges out of 34 Supreme Court judges. അതായത് നമ്മുടെ സുപ്രീം കോടതിയിൽ മാത്രം 34 ജഡ്ജുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം 3% മാത്രം. ഓക്കെ, 3% മാത്രമാണ് ആരായിട്ടുള്ളത്, വുമൻസ് 3% മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് മെജോറിറ്റി ഈ മെൻ കൗണ്ടർ പാർട്ടാണ് അതിൽ ജഡ്ജസുകളായിട്ട് വരുന്നത്. ഹൈക്കോർട്ടിലാണെങ്കിലും സെയിം വ്യവസ്ഥയാണ് കാണുന്നത്. വുമൻ ജസ്റ്റിസ് ഒക്കെ ചീഫ് ജസ്റ്റിസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജസിന്റെ ഒരു ഗ്രൂപ്പാണ്. ആ കൊളീജിയൻ സിസ്റ്റത്തിൽ ഒപ്പാക്നെസ് ആണ്. ദാറ്റ് മീൻസ് പലപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് ക്രൈറ്റീരിയ എടുക്കുന്ന സമയത്ത് ഈ വുമൻസിനെ പലപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു കൊളീജിയൻ സിസ്റ്റം പ്രകാരമാണ് സുപ്രീം കോടതി ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് ആളുകൾ ചേർന്ന് കുറച്ച് ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കും. അപ്പൊ അത് ഇതിനാണ് കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്നാണ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ആ ലിസ്റ്റിൽ തന്നെ ഒരിക്കലും വുമൻസ് ഉണ്ടാവാറില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ പലപ്പോഴും ഈ എലൈറ്റ് ക്ലബിലേക്ക് വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ എസ്പെഷ്യലി ജുഡീഷ്യറി നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കാറില്ല. പലപ്പോഴും അവരെ എക്സ്ക്ലൂഡ് ചെയ്യാണ് പതിവ്. അതിന് നമുക്ക് കുറച്ച് സ്ട്രക്ചറൽ ആൻഡ് സിസ്റ്റമിക് ബാരിയേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിലുള്ള പോലെ തന്നെ വുമൻസിനുള്ള ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബയാസിങ്, ദാറ്റ് മീൻസ് വുമൻസിന് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ്, ആ ഒരു കാര്യങ്ങളുണ്ട്. അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള മെറിറ്റ് സിസ്റ്റം ഇല്ലാത്തതൊക്കെ പലപ്പോഴും അവർക്ക് ഈ ഒരു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് മാറാൻ സാധിക്കാറില്ല. പിന്നെ നമ്മൾ പോർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇന്ത്യയിൽ ടോട്ടൽ കോർട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് എടുക്കുക, അതിൽ 20% കോർട്ടുകളിൽ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, വുമൻസിന് സെപ്പറേറ്റ് ടോയ്ലറ്റ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പൂർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് വുമൻസിന്റെ ഹെൽത്തിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇവൻ തോന്നി നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പോലും അവൈലബിൾ അല്ല. പിന്നെ പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് കേസുകളാണെങ്കിൽ പോലും ഈ കൊളീജിയം സിസ്റ്റത്തിലേക്ക്, അതായത് ഈ ഒരു ലിസ്റ്റിന്റെ അകത്തേക്ക് വുമൻസിന്റെ പേര് ആഡ് ചെയ്ത് കൊടുത്താൽ പോലും ഗവൺമെന്റ് അത് നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ഇത്തരം ആളുകൾ നമുക്ക് ആവശ്യമായിട്ടില്ല. ഓക്കെ, അത് മെൻ കൗണ്ടർ പാർട്ട് അവരുടെ പേരുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഹയർ ജുഡീഷ്യറിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും അവിടെ റെപ്രസെന്റേഷൻ, വുമൻസിന്റെ റെപ്രസെന്റേഷൻ കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു റീഫോംസ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റീഫോംസ് ആവശ്യമായിട്ടുള്ളത് നമ്മളെ UPSC എക്സാമിനേഷൻ നടക്കുന്ന പോലെയുള്ള എക്സാമിനേഷൻസ് ആയിരിക്കണം ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയിലേക്കും കൊണ്ടുവരേണ്ടത് എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അതായത് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്, നമ്മളെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പോലെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് പോലത്തെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. നാഷണൽ ജുഡീഷ്യൽ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രസിഡന്റ് എല്ലാവരും പറയുന്ന കാര്യം നമുക്കൊരു AIJS ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ നടത്തണം. അതൊരു മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വൈഡർ ആയിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇംപാർഷ്യാലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഈ നെപ്പോട്ടിസം ഒക്കെ നമുക്ക് മാക്സിമം കുറക്കാൻ സാധിക്കും. അത്യാവശ്യം പൈസകൾ, അത്യാവശ്യം ഹോൾഡുള്ള ആളുകളുടെ ചീഫ് ജസ്റ്റിസ് ആവാന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിൽ എക്സാമിനേഷൻ, കോമൺ എക്സാമിനേഷൻ, UPSC ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ കോമൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഏത് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ചീഫ് ജസ്റ്റിസ് ആവാനുള്ള കണ്ടീഷൻ വരെ എത്താം. അപ്പോൾ കുറച്ചുകൂടി ഇംപാർഷ്യാലിറ്റി കുറക്കുന്നൊരു കാര്യമാണ്, കൂട്ടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ വൈഡർ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ നിലവിൽ മറ്റൊരു സെക്ഷൻ പറയുന്ന കാര്യം 33% ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റിൽ വുമൻസിന് റിസർവേഷൻ നൽകണം. അതുപോലെ തന്നെ സെലക്ഷൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് വുമൻസിന്റെ പേര് ഉണ്ടായിരിക്കണം. വുമൻസ് ഓക്കെ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി അവർ മാൻഡേറ്ററി ആയിട്ട് അവരുടെ പേര് ആ മെറിറ്റ് ലിസ്റ്റിൽ അവർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അപ്പോയിന്റ്മെന്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇത്തരം വുമൻസിനെ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവുന്നത്? അതിന് പറയുന്ന കാരണം ജെൻഡർ ഡൈവേഴ്സ് ബെഞ്ചസുകൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും കാരണവശാൽ വുമൻസ് നമ്മുടെ സുപ്രീം കോടതി ബെഞ്ചസ് എന്ന് പറയുന്ന പോലെ ബെഞ്ചസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സോഷ്യൽ, ജെൻഡർ ആൻഡ് ഫാമിലി ഇഷ്യൂസുകളെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും അവർ നടത്തുന്നത്. അപ്പം നമ്മളൊരു ബെഞ്ച് നോക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3 ബെഞ്ച് അല്ലെങ്കിൽ 5 ബെഞ്ച്, അതിൽ 5 പേരും മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ, ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷൽ ഹറാസ്മെന്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒബിയസ്ലി അവർ ചിന്തിക്കുന്ന ചിന്താഗതി മറ്റു രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ മറ്റൊരു വുമൺ കൗണ്ടർ പാർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് മാത്രമേ നടത്തൂ. ഇതിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് ശബരിമല കേസിൽ വന്ന സമയത്ത് സുപ്രീം കോടതി ജഡ്ജസ് ബെഞ്ചസിൻ്റെ അകത്ത് 5
ജഡ്ജസ് അടങ്ങിയിരിക്കുന്ന ബെഞ്ചായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് 4 പേര് മെയിലും 1 ഫീമെയിലും ആയിരുന്നു. അപ്പം ശബരിമലയിൽ ഈ മെയിൽസിനെ കയറ്റണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസിൽ ബാക്കി 4 പേരും കോൺസ്റ്റിറ്റ്യൂഷനിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ദൈവികപര കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ആർട്ടിക്കിൾ 25 മുതൽ 30 കാര്യങ്ങളിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഈ ഒരു റിലീജിയസ് പരമായ കാര്യങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇടപെടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും ഇടപെടേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ആ ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ട് ആ ഒരു സമയത്തുള്ള ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസ് നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത്. ഇനി നമുക്ക് പ്രോഗ്രസ് ആൻഡ് വേ ഫോർവേഡ് ആയിട്ട് പറയേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ജുഡീഷ്യറിയിൽ വുമൺ കൗണ്ടർ പാർട്ട് വേണമെന്ന് ലോവർ ജുഡീഷ്യറിയിൽ ഓൾറെഡി ഈ ഒരു കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഹയർ ജുഡീഷ്യറിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് ട്രാൻസ്ലേഷൻ നടക്കാത്തത്. അപ്പം പ്രോപ്പറായിട്ട് ഒരു ഹയർ ജുഡീഷ്യറിലേക്ക് എത്തുന്ന സമയത്ത് വുമൺ കൗണ്ടർ പാർട്ട് മെയിൻ ജഡ്ജസുകളാക്കിയായി മാറണം. നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് പോലെയുള്ള ഒരു എംപവറിംഗ് എക്സാമിനേഷൻസ് കൊണ്ട് മാത്രമേ ഈ ഒരു കാര്യം എത്താൻ സാധിക്കൂ. ദാറ്റ് മീൻസ് ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻസ് പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക എന്നാണ് വേ ഫോർവേഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അത്രയുമാണ് നമുക്കൊരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, refugee infiltrators, India need a refugee policy document that is non-discriminatory. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള റെഫ്യൂജീസ് ആൻഡ് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പൊ റെഫ്യൂജീസ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് അഭയം തേടി വരുന്ന ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ നുഴഞ്ഞുകയറ്റക്കാരെയാണ് നമ്മൾ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മേ ബി ഈ സെക്യൂരിറ്റി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ചിലപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫോറിനർ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു, അവർക്ക് താമസിക്കാൻ 10 ദിവസമാണ് സമയം നൽകിയിട്ടുള്ളത്. പക്ഷെ അവര് 20 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 10 ദിവസം അനുവദിച്ചതിനെക്കാട്ടും 10 ദിവസം കൂടുതൽ അവർ നിന്നു. ബാക്കിയുള്ള 10 ദിവസം അവർ ഇൻഫിൽട്രേറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരിക്കലും റെഫ്യൂജി ആയിട്ട് കണക്കാക്കുന്നില്ല. ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെ ബംഗ്ലാദേശിൽ വാർ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കുടുംബം പലായനം ചെയ്ത് നമ്മുടെ ആസാമിൽ വന്ന് താമസിക്കുന്നു. അപ്പൊ അവരെ നമ്മൾ റെഫ്യൂജീസ് ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് അവർ അഭയം തേടി വന്നവരാണ്, മറ്റവർ അഭയം തേടി വന്നവരല്ല, മറ്റവർ ലോ ബ്രേക്ക് ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഇന്ത്യൻ ബുക്കുകളിൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യ ഈ 1951 UN റെഫ്യൂജി കൺവെൻഷനിലോ അല്ലെങ്കിൽ 1967 പ്രോട്ടോകോളിലോ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പറയുന്ന കാര്യങ്ങൾ, റെഫ്യൂജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സൈൻ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കണം നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ അതിൻ്റെ അകത്തുള്ള സിഗ്നറ്ററി പാർട്ട് അല്ല. അതുപോലെ തന്നെ ഇന്ത്യയിലാണെന്നെങ്കിൽ പോലും ഒരു സിംഗിൾ നാഷണൽ ലോ, ഈ റെഫ്യൂജീസ് ആരാണ്, ഇൻഫിൽട്രേറ്റേഴ്സ് ആരാണ്, ഇവരെ നമ്മൾക്ക് എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ള പറയുന്ന ഒരു ലോ അല്ലെങ്കിൽ നിയമം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. ഇന്ത്യയിലുള്ള ആ സമയത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ആരാണോ അവർ പറയും ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയി നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, CAA പോലത്തെ ആക്ട് ഒക്കെ വന്ന സമയത്ത് ഏത് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള റെഫ്യൂജി സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഫോറിൻ നാഷണൽ ഇൻക്ലൂഡിംഗ് ജെന്യുവൻ റെഫ്യൂജി ഹാവ് ഹിസ്റ്റോറിക്കലി ബീൻ ഗവേൺഡ് ബൈ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രകാരം അല്ലെങ്കിൽ പാസ്പോർട്ട് ആക്ട് ഓഫ് 1967 പ്രകാരമായിരുന്നു ഈ പുറത്തു നിന്ന് വരുന്ന ആളുകൾ, ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ റെഫ്യൂജീസിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് ഓഫ് 2025 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആക്ടുകളൊക്കെ തള്ളിക്കളഞ്ഞു, പുതിയൊരു നിയമം കൊണ്ടുവരാണ്, ഫോറിനേഴ്സ് ആക്ട് ഓഫ് 2025. അപ്പം ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഇന്ത്യ എങ്ങനെയാണ് ഈ റെഫ്യൂജീസിനെയും അതുപോലെ തന്നെ ഇൻഫിൽട്രേറ്റേഴ്സിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് അൺഡോക്യുമെന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്യുന്ന ഇന്ത്യയിലുള്ള ആളുകളെ നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല, താമസിക്കുന്നതിന് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ ഓവറായിട്ട് സ്റ്റേ ചെയ്യുന്ന അവരാണ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത്. അവർക്ക് സ്പെസിഫിക് ആയിട്ട് ലീഗൽ പ്രൊവിഷൻ ഒന്നുമില്ല, അവർ റെഫ്യൂജീസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ ആളുകളെ നമ്മൾ എന്താണ് പറയുന്നത്, ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ അണ്ടറിൽ പറയുന്നത്. അതായത് ഡോക്യുമെന്റ്സ് ഇല്ലാതെയോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അവരെ നമ്മൾ ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ആക്ട് സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്. പക്ഷെ റെഫ്യൂജീസ് എന്ന് പറയുന്നത് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും അഭയം തേടി വരുന്ന ആളുകളാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റെഫ്യൂജീസ് ആൻഡ് ഇൻഫിൽട്രേറ്റേഴ്സ്. അപ്പോൾ ഓൾറെഡി ഹോം മിനിസ്റ്റർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻസ് നൽകിയിട്ടില്ല. നമ്മുടെ ഹോം മിനിസ്റ്റർ ഓക്കെ ഇൻഫിൽട്രേറ്റേഴ്സ് ഇതാണ്,
അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്ന് പറയുന്നത് ഇതാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും അവർ ചെറിയ രീതിയിൽ ഡിസ്റ്റിങ്ഷൻ നൽകിയിട്ടുള്ളത് ഏതെങ്കിലും പെർസിക്യൂഷൻസ് കൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു അറ്റാക്ക് കൊണ്ടോ മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പലായനം ചെയ്തു വരുന്ന ആളുകൾ റെഫ്യൂജീസ് എന്നും, ഏതെങ്കിലും എക്കണോമിക് റീസൺസ് കൊണ്ട്, സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് കൊണ്ടോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന ഇൻഫിൽട്രേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ റീസെന്റ് ആയിട്ട് 2019 നടന്നൊരു കാര്യം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2019 ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിനെതിരെ ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. അതായത് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള മൈഗ്രൻസുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വന്ന സമയത്താണെങ്കിലും ഇന്ത്യ പലപ്പോഴും സ്പെസിഫിക് ആയിട്ട് റിലീജിയസ് കാറ്റഗറിയിൽ ആളുകളെ മാത്രം ഇന്ത്യ റെഫ്യൂജീസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു, ബാക്കിയുള്ള ആളുകളെ ഇന്ത്യ പുറത്താക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള എക്സ്ക്ലൂഷണറി അപ്രോച്ചുകൾ പലപ്പോഴും ഒരു ക്രിറ്റിസിസം ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്നു. കാരണം ഒരു നോൺ യൂണിഫോം ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പം ശ്രീലങ്കൻ തമിഴ്സ്, റോഹിംഗ്യാസ്, മുസ്ലിംസ്, ഇത്തരം ആളുകളുള്ള സമീപനം വളരെ ഒരു പരാജയമ രീതിയിലായിരുന്നു ഇന്ത്യ ആ സമയത്ത് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തരം ക്രിറ്റിസിസമാണ് ഇന്ത്യ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്തരം ക്രിറ്റിസിസം വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏതാണ് ഭരിക്കുന്നത് അവർ പറയുന്ന നിയമം, അതിന് പകരമായിട്ട് വ്യക്തമായിട്ട് റെഫ്യൂജീസിന് ആവശ്യമായിട്ടുള്ള നിയമം, ഒരു ലോ ആവശ്യമായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The 2025 Immigration Foreigners Act centralizes powers and at the union level introduces some humanitarian safeguard and provide exemption in select situations. അപ്പോൾ 2005 ഇമിഗ്രേഷൻ ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കണ്ടീഷൻസിൽ ഞങ്ങൾ സേഫ് ഗാർഡ് നൽകാം. ദാറ്റ് മീൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് പുറത്ത് കളയില്ല. ഇപ്പൊ തമിഴ് റെഫ്യൂജീസ്, അപ്പം ശ്രീലങ്കൻ തമിഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് 2015 ശേഷം കടന്നു വന്ന സമയത്ത് അവർ ഉടനെ തന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആവശ്യമായുള്ള റെഫ്യൂജി സ്റ്റാറ്റസ് നൽകി വളരെ പതുക്കെ മാത്രമാണ് അവർ നമ്മളെ തിരിച്ച് എന്തിലേക്ക് അയച്ചത്, തിരിച്ച് രാജ്യത്തേക്ക് അയക്കാൻ നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും വന്ന ഉടനെ തന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു റെഫ്യൂജി ലോ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. ദാറ്റ് മീൻസ് ജെന്യുവൻ ആയിട്ടുള്ള റെഫ്യൂജീസ് ഏതാണ്, അതുപോലെ തന്നെ വന്നിരിക്കുന്ന റെഫ്യൂജീസ് ആരാണ്, അപ്പൊ ഇവർക്ക് ഇതിൽ ആർബിട്രറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ ഏതാണ് ഗവൺമെന്റ് ഭരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കണ്ടീഷനാണ്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള നിയമം ഇല്ല. അവരുടെ നിയമം ഒരിക്കലും ഗവൺമെന്റ് കൊണ്ടുവരില്ല. അതിന്റെ മെയിൻ കാര്യം ആ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ആരാണോ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിയമങ്ങൾ മാത്രമേ അവർ കൊണ്ടുവരും. ഓക്കെ, ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻസ്, ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസുകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള നോൺ ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ചുകൾ ഇന്ത്യ എടുക്കാൻ പാടില്ല. കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരണം. അതിന് വ്യക്തമായിട്ടുള്ള നിയമം ഇന്ത്യയിൽ, റെഫ്യൂജി നിയമം ഇന്ത്യയിൽ ആവശ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ നമുക്ക് അറിയാനുള്ളത്. ദ ഫൈനൽ ആർട്ടിക്കിൾ, ദ ഫ്യൂച്ചർ ഓഫ് IMEC. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ നിങ്ങൾ സെൽഫായിട്ട് വായിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ആർട്ടിക്കിൾ കുറച്ചുകൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇപ്പം IMEC എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പോയിന്റ് മാത്രം പറയാം, IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡർ ആണ്. ഇപ്പം ഈ ചൈനയുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ്, BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ഇതിന് പകരമായിട്ട് ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഇസ്രയേൽ ആൻഡ് ഗ്രീക്ക് തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു പുതിയൊരു എക്കണോമിക് കോറിഡറാണ് IMEC എന്ന് പറയുന്നത്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡർ. അതായത് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മുംബൈയിൽ നിന്നോ പോർട്ട് വഴി, ദാറ്റ് മീൻസ് മാരിടൈം വഴി നമ്മൾ UAE എത്തുക, അവിടെ ജബൽ അലി പോർട്ടിലേക്ക് എത്താം. അവിടെ നിന്ന് ട്രെയിൻ വഴി നമുക്ക് സൗദി അറേബ്യ വഴി എവിടെ എത്താം, ഇസ്രയേലിലെ ഹൈഫ പോർട്ടിലെത്താം. ഹൈഫ പോർട്ടിൽ നിന്ന് നമുക്ക് നേരിട്ട് മാരിടൈം വഴി നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് എത്താം. അപ്പോൾ ഇതുവഴി നമുക്ക് ഇന്ത്യ യൂറോപ്പ് ട്രേഡ് റിലേഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി ഇന്ത്യ യൂറോപ്പ് ട്രേഡ് റിലേഷൻസ് പറയുന്നത് ഏകദേശം $136 ബില്യൺ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ട്രേഡ് നടന്നിട്ടുള്ളത് ഇവിടെയുള്ള സൂയസ് കനാൽ വഴി, റെഡ് സീ വഴിയാണ് നമ്മുടെ ട്രേഡിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുവഴിയാണ് നമ്മുടെ ട്രേഡിങ് മുന്നേ നടന്നിട്ടുണ്ട്. അപ്പം ഇതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് 30% നമ്മുടെ ട്രേഡ് എക്സ്പെൻസുകൾ നമുക്ക് കുറക്കാൻ സാധിക്കും ഈ ഒരു റൂട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഈ റൂട്ട് ഓപ്പൺ ആവുന്ന ഒന്നാമത്തെ കാര്യം ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് മേക്ക് ചെയ്യുക, അതിന് പുറമെ ചൈനയുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്സിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. സോ ടൈം ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു IMEC എന്ന് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം ഒരു അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിനേഷന് ഉണ്ടായിരിക്കും. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എന്തിനാണ് നമുക്ക് നിലവിൽ ഈ ഒരു കോറിഡോർ നിർമ്മിക്കുന്നത് എന്തിനാണ്? അപ്പം ഈ ഒരു കോറിഡോർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൂയസ് കനാൽ വഴിയുള്ള ഈ ഒരു ട്രേഡിംഗ് നിർത്തും. ഇപ്പോൾ സൂയസ് കനാലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈജിപ്തിന്റെ മെയിൻ എക്കണോമി എന്ന് പറഞ്ഞാൽ സൂയസ് കനാലിലൂടെ കപ്പൽ കടന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന ടാക്സ് ആണ്. അപ്പൊ അത് തടയും, അത് നിർത്തും. അതുപോലെ തന്നെ പൈറേറ്റ്സിന്റെ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ അറ്റാക്കുകൾ നമുക്ക് അതിലൊരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
അപ്പം പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു കാര്യം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇസ്രയേല്, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ഇഷ്യൂസുകളുണ്ട്. ഓൾറെഡി പല ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്കണോമിക് കോറിഡോർ അവിടെ ഉണ്ടാക്കാൻ നിലവിൽ സാധിക്കില്ല. അപ്പം ആ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഒന്ന് അടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ്, ഇന്ത്യ യൂറോപ്പ് ട്രേഡിംഗ് കുറച്ചുകൂടി ലാഭകരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ കണ്ടെക്സ്റ്റ് ആൻഡ് പോയിന്റ് ഐഡിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു PPTയും ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ നോക്കുന്നത്. സോ താങ്ക് യു ഫോർ ദ ഡേ. ഗുഡ് ബൈ.